വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ദൈവത്തിൻ്റെ വചനം ആധികാരികമായി ചില സന്ദേശങ്ങൾ അറിയിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവസന്നിധിയിൽ ശരണപ്പെടുന്നു. പെന്തക്കോസ്ത് നാൾ വന്നതിന് ശേഷം പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ യുഗമാണ് ഇങ്ങോട്ടുള്ള കാലഘട്ടങ്ങളൊക്കെ. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു, പിതാവായ ദൈവം, പരിശുദ്ധാത്മാവ്, ഈ ഒരു പ്രവർത്തനമാണ് ഏക ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അത് കാലഘട്ടങ്ങളെ തിരിച്ചിരിക്കുകയാണ്. പഴയ നിയമത്തിലെ യഹോവയുടെ കാലഘട്ടം, പ്രവർത്തനത്തിൻ്റെ ആധികാരികങ്ങൾ. പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ട ആധികാരികങ്ങൾ. കർത്താവ് പോയതുപോലെ ഞാൻ പോകുന്ന നല്ലത് കാര്യസ്ഥനായിട്ട് അയക്കാമെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടം. ഒരു കാലഘട്ടങ്ങളാണ് തിരിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഭൂമി തലത്തിൽ വന്നപ്പോൾ വലിയ അത്ഭുതങ്ങൾ ദൈവം ചെയ്തെടുത്തതായി കാണാൻ കഴിയും. ആത്മാക്കളെ വിടുവിക്കപ്പെടുന്ന ഒരു അനുഭവമായിരുന്നു കാലഘട്ടം. മാത്രമല്ല, പരിശുദ്ധാത്മാവ് പ്രാപിച്ചിരിക്കുന്ന തൻ്റെ ശിഷ്യന്മാരും ജനങ്ങളൊക്കെ ഉണ്ട്. പെന്തക്കോസ്ത് നാളിൽ അവർ അന്യഭാഷ നിറഞ്ഞ്, അഭിഷേകം നിറഞ്ഞവർ, അന്യഭാഷകളാൽ അവർ സംസാരിച്ചു. ചിലർ പറഞ്ഞ് ലഹരി പിടിച്ചിട്ടാ ഇത് സംസാരിക്കുന്നു പറഞ്ഞ് കളിയാക്കി. പക്ഷെ അത് ദൈവാത്മാവാണ് അത് സംസാരിച്ചത്. ഇന്നും ദൈവാത്മാവ് സംസാരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഇല്ല എന്നൊക്കെ പഠിപ്പിക്കുന്നെങ്കിൽ വളരെ തെറ്റായ ഒരു കാര്യം തന്നെയാണ്. അന്യഭാഷ ഇല്ല എന്നൊക്കെ പഠിപ്പിക്കുന്നത്. പക്ഷെ ഞാൻ നിങ്ങളോട് സന്ദേശം അറിയിക്കുന്നു പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് പ്രാപിച്ച് ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസൻ നമ്മുടെ ചരിത്രത്തിൽ ഉണ്ട് എങ്കിൽ തന്നെ അങ്ങനെയുള്ളവരെ നാം കളിയാക്കുകയും പരിഹസിക്കുകയും ദുഷിക്കുകയും പുച്ഛിക്കുകയും ആക്ഷേപിക്കുകയും തരം താഴ്ത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അനന്തരമായ ഫലം ദൈവസന്നിധിയിൽ നിന്ന് ആ വ്യക്തികൾക്ക്, അതായത് കളിയാക്കുന്നവർക്ക്